അവിടുന്ന് ഞങ്ങളുടെ നേതാവായി പരിചയപ്പെടുത്തിയ സഅദ് ഇബ്നു മുആദ് മരണപ്പെട്ടു പോയി നബിയേ, മരണപ്പെട്ടു പോയി നബിയേ, വഫാത്തായി പോയി നബിയേ. ഹബീബായ നബി തങ്ങൾ ആ മരണ വീട്ടിലേക്ക് റസൂലുള്ള ചെല്ലുകയാണ്. ഹബീബായ നബി തങ്ങൾ മരിച്ചതാകുന്ന വ്യക്തിയുടെ ജനാസയുമായി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിച്ചിട്ട് ആ ജനാസ മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് അനുയായികൾ പള്ളിയിലേക്ക് വരുമ്പോ ഹബീബായ നബി തങ്ങൾ മയ്യത്ത് കട്ടിലിന്റെ മുന്നിലൂടെ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. സഹാബത്ത് തോൽക്കുകയാണ് നബി തങ്ങളെ. അല്ലാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കാല് നിലത്ത് കുത്താൻ പ്രയാസപ്പെടുകയാണ്. കാല് പരിപൂർണമായി നിലത്ത് കുത്തുന്നില്ല, തന്റെ വിരല് മാത്രം കുത്തിക്കൊണ്ടാണ് നബി തങ്ങൾ നടക്കുന്നത്. ഇത് കണ്ടപ്പോ അനുയായികൾ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, മാലക യാ ഹബീബല്ലാഹ്, എന്തെങ്കിലും വിഷമമുണ്ടോ നബിയേ, എന്തെങ്കിലും പ്രയാസമുണ്ടോ നബിയേ? ഈ മദീനത്തൂടെ തെളിവിലൂടെ നടക്കാൻ അവിടുത്തെ കാലിൽ വല്ല ചരൽക്കല്ലുകൾ പതിച്ചിട്ടുണ്ടോ, വല്ല മുള്ളുകൾ തറച്ചിട്ടുണ്ടോ? എന്താണ് അവിടുന്ന് വിരലുകൾ മാത്രം കുത്തി നടക്കുന്നത്? എന്തുകൊണ്ട് പാദം കാലൂന്നുന്നില്ല? കാല് നിലത്ത് ശരിക്കും കുത്താതെ എന്തിനാണ് നടക്കുന്നത്? ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് എന്തിനാണ് നടക്കുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തേ സഹാബത്തേ, ഇതൊരു സാധാരണ വ്യക്തിയുടെ ജനാസയല്ല. ഈ വ്യക്തി മരണപ്പെട്ടപ്പോൾ തന്നെ അല്ലാഹുവിന്റെ അർശ് കിടുകിടാ കുലുങ്ങിപ്പോയ സഹാബ. മിൻ അജ്ലി ഖാരിഖി സമിഅനാ ബിഹി ഇല്ലാ ലിസഅദ് അബാമിരി. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണവാർത്ത കേട്ടപ്പോ അല്ലാഹു വന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിന്റെ അർശ് പോലും വിറങ്ങലിച്ചു അത്രേ കുടുങ്ങിപ്പോയത്രേ. ആ കുലുക്കമുണ്ടാക്കി എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ, ഇദ്ദേഹത്തിന്റെ ജനാസ അനുഗമിക്കാൻ, ഈ സഅദ് ഇബ്നു മുആദിന്റെ ജനാസ അനുഗമിക്കാൻ വേണ്ടി മാത്രമായി 70,000 മലക്കുകളെ, ഒന്നല്ല സാബ, 10 സാബ, 1000 സാബ, 70,000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലെ ഈ ചെറിയ തെരുവിലൂടെ മലക്കുകളെ ഇറക്കിയിരിക്കുകയാണ്. ആ മലക്കുകൾ വന്നുകൊണ്ട് തിക്കും തിരക്കിലൂടെ നടക്കുന്നത് കാരണമായി എനിക്കെന്റെ കാല് നിലത്തൊന്ന് കുത്താൻ കഴിയുന്നില്ല.